ജീവിതം ഇങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുകയാണല്ലേ. അതിന്റെ ആഴവും പരപ്പും ഒന്നും നമുക്ക് ചിലപ്പോൾ നിർവചിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരുപാട് കാരണങ്ങളും നമ്മളെ ഇങ്ങനെ കരയിപ്പിക്കാനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അങ്ങനെ കരയിപ്പിക്കുന്നത് നമ്മൾ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു 100 കാരണങ്ങൾ ജീവിതം നമ്മളെ കാണിച്ച് കരയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു 1000 കാരണങ്ങൾ കാണിച്ച് ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നേറാനും പഠിക്കണം. ആ സമയത്ത് കരയുകയല്ല വേണ്ടത്. നമ്മൾ ചിരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് നമ്മൾ അപ്പോൾ തിരയേണ്ടതും അതിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും. ഞാനിപ്പോൾ പറഞ്ഞ ഈ 100 കാരണങ്ങളുണ്ടല്ലോ, ആ 100 കാരണങ്ങൾ പല വാതിലുകൾ വഴി വരാം, പല വ്യക്തികൾ വഴി വരാം, പല സാഹചര്യങ്ങൾ വഴി വരാം. ആ സമയത്ത് ഒരു കാര്യം കൂടി ഓർക്കുക, ചില വാതിലുകൾ നമ്മൾ അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അടച്ചിടുന്നത് നമുക്ക് ദേഷ്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ഒന്നുമല്ല. കാരണം ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്ന് നല്ല വെളിച്ചമോ കാറ്റോ ഒന്നും വരാൻ യാതൊരു സാധ്യതയില്ല. ഇതുപോലാണ് ചില സാഹചര്യങ്ങളും മനുഷ്യരെന്ന് പറയുന്നത്. അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ അടച്ചിടുക തന്നെ വേണം. ഒഴിവാക്കേണ്ട സമയത്ത് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. അതാണ് മാനസിക ആരോഗ്യത്തിന് എപ്പോഴും ആവശ്യം. ഈ നെഗറ്റീവ് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കിടയിൽ പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ട് ആ ജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ടാസ്ക് അല്ല, ചെറിയൊരു ചലഞ്ചും അല്ല. അപ്പോൾ ജീവിതത്തെ വളരെ മനോഹരമായി കാണാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് അതിമനോഹരമായി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഏതൊരു വ്യക്തിക്കും നമ്മളെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. നമ്മുടെ ആ പുഞ്ചിരി തന്നെയാണ് എല്ലാത്തിനുമുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് നമ്മളെ കരയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളിങ്ങനെ കുടുകൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ജീവിതം തന്നെ പറയും, ഇനി ഇവർക്ക് ശരിക്കും ചിരിക്കാനുള്ള കാരണങ്ങൾ അങ്ങ് കൊടുക്കാം, ഇത്രയും നാൾ കരഞ്ഞില്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ദിനം എല്ലാവരുടെ ജീവിതത്തിലും അനിവാര്യമാണ്. അത് തീർച്ചയായും ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും പോസിറ്റീവായി ഇരിക്കാനുമുള്ള കാരണങ്ങളായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിനം നേരാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.